ഒരു വ്യക്തിയാണ്. നന്മയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫലമണിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിൽ ഏറ്റവും മിടുക്കന്മാരായ ആൾക്കാർ ഇന്ത്യയിലുള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ അധികാരിയായിരുന്ന ബിൽ ഗേറ്റ്സ് കുറച്ച് നാളുകൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവർ ചൈനക്കാരാണ്, ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ളവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരിൽ മിടുക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കഴിവുള്ളവർ മലയാളികൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പോലീസിലാണെങ്കിലും IAS-ലാണെങ്കിലും ഏത് ശാസ്ത്രത്തിലാണെങ്കിലും ഏത് മണ്ഡലത്തിലും വളരെ കാലിബറോടുകൂടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് മലയാളികൾ. പക്ഷേ ഈ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ട് ആ പ്രശ്നം. മറ്റൊരുത്തനെ മാനിക്കുന്ന സ്വഭാവം നമുക്കില്ല. ഞാനാണ് പുലി എന്ന രീതിയിലാണ് എല്ലാ മലയാളിയും നടക്കുള്ളൂ. അവൻ എലിയായിരിക്കും, പക്ഷെ അവൻ്റെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ അവനാണ് പുലി എന്നുള്ളതാണ്. പുലിയുടെയും പുലിയുടെയും കഥ പറഞ്ഞപ്പോൾ ഒരു തമാശ ഓർമ്മ വരുന്നുണ്ട്. പുലികളുടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര ആഘോഷവും ഡാൻസും ഒക്കെ നടക്കുക. അപ്പോൾ പുലികളുടെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് ഒരു എലി വന്നിരിക്കുക. അപ്പോൾ പുലി പ്രമുഖൻ ചോദിച്ചു, ഇവിടെ പുലികളായി ഞങ്ങൾ കല്യാണം നടത്തുമ്പോൾ നിനക്കെന്താണ്, എലിയായി നിനക്കെന്താണ് ഇവിടെ കാര്യം? അപ്പോൾ എലി പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് ഞാനും പുലിയായിരുന്നു, കല്യാണം കഴിഞ്ഞ് ഞാനൊരു എലിയായി പോയി. അപ്പോൾ ഈ മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും കൂസാത്ത ഒരു മനോഭാവം. വിഭാഗീയത ഏറ്റവും കൂടുതലുള്ളത് മലയാളീസിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ നോക്കുക, ശ്രീലങ്കക്കാരുടെ സമൂഹം, തമിഴ് സുഹൃത്തുക്കളുടെ സമൂഹം, കന്നഡക്കാരുടെ സമൂഹം, നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോസായിമാരെ നോക്കുക, മഹാരാഷ്ട്രക്കാരെ നോക്കുക. അവരുടെ ഇടയിലൊക്കെ ഒരു വലിയ യൂണിറ്റി ഉണ്ട്. ഒന്നാണെന്നുള്ളൊരു ചിന്ത. കൂടെ ഒരാളെ കൊണ്ടു പറ്റിക്കഴിഞ്ഞാൽ അവരവിടെ എത്തും, സഹായിക്കും. പക്ഷേ മലയാളികളെ നമുക്ക് ഇത് വളരെ കുറവാണ്. ഒരു രസകരമായ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ലോകത്ത് ഉള്ള എല്ലാ ഞണ്ടുകളുടെയും ഒരു പ്രദർശനം നടക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥ. ഓർമ്മിക്കുന്നത് നല്ലതാണ് ഈ സുന്ദരാസ് ദിനത്തിൽ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഞണ്ടുകളുടെ പ്രദർശനമാണ്. അമേരിക്ക എന്നുള്ള ഞണ്ടുണ്ട്, ഇറ്റലി എന്നുള്ള ഞണ്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചേർത്തലയിൽ നിന്നും മുനമ്പത്തു നിന്നൊക്കെ ഉള്ള ഒരുപാട് ഞണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഞണ്ടുകളുടെ ഇട്ടിരിക്കുന്ന പെട്ടി, പാത്രം എല്ലാം അടച്ചു വെച്ചിരിക്കുക. ഒരു പാത്രം മാത്രം തുറന്നു വെച്ചിരിക്കുക. അപ്പോൾ പ്രദർശനം കണ്ടിറങ്ങിയ ആൾ ചോദിച്ചു, എല്ലാ പാത്രവും അടച്ച വെച്ചിരിക്കുന്ന ഞണ്ടുകളുള്ള പാത്രം ചില്ലി കൂടെ നമുക്ക് കാണാം, പക്ഷെ ഒരു പാത്രം മാത്രം നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്, അതിൽ ഒരുപാട് ഞണ്ടുകളുണ്ടല്ലോ. അത് പറഞ്ഞു, ആ ഞണ്ടുകൾ കേരളത്തിൽ നിന്ന് വരുന്ന ഞണ്ടുകളാണ്. ഈ ഞണ്ടുകൾ കയറി പോകുന്നത് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഒരു ഞണ്ട് കഷ്ടപ്പെട്ട് ഒന്ന് കരക്കെത്താൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഞണ്ട് എല്ലാം കൂടെ കാലി പിടിച്ച് വലിച്ചാണ് താഴ്ത്തിട്ടോളും. അതുകൊണ്ട് ഒരിക്കലും ഈ ഞണ്ടുകൾ കയറിപ്പോകും എന്നതിനെക്കുറിച്ച് യാതൊരു പേടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഞണ്ടുകളെ വളരെ ഫ്രീ ആയിട്ട് അടപ്പമൊന്നുമില്ലാണ്ട് വെച്ചിരിക്കുന്നത്. തമാശ ആണെങ്കിലും ഒരുപാട് കാര്യമുണ്ട്. ഒരുവൻ നന്നാകുന്നത് കണ്ണിന് പിടിക്കാത്തൊരു ജാതിയാണ് ഈ മലയാളി എന്ന് പറയുന്നത്. അതിലെനിക്ക് ഒരുപാട് വിഷമം ഉണ്ട്. കാരണം വേറെ ഏതൊരു സമൂഹത്തിൽ നോക്കുമ്പോഴും അവരുടെ ഉള്ളിലൊരു യൂണിറ്റി ഉണ്ട്. നമുക്ക് മാത്രം അതില്ല. അതൊരു ശരിയായൊരു നടപടിയല്ല. എന്ന് നമ്മൾ ഈ വിഭാഗീയത മാറ്റിവെച്ച് ഒരുമയോടുകൂടെ നിന്നാൽ നമുക്ക് വീണാക്കാൻ പറ്റില്ല. ഞാൻ പണ്ട് പറഞ്ഞത് ഓർക്കുന്നു, മലയാളി എന്ന് പറഞ്ഞാൽ എന്താണ്? മലയുടെ ഉറപ്പും അലയുടെ കരുത്തുള്ളവനാണ്. മല അനങ്ങാതെ നിൽക്കും. അലയ്ക്ക് മുമ്പിൽ എല്ലാവരും പരാജയപ്പെടും. അത്ര കഴിവുള്ളവനാണ് ഈ മലയാളി. പക്ഷേ നമ്മുടെ വിഭാഗീയത കൊണ്ട് എല്ലാം നടന്നു. കുറച്ച് നാൾ മുമ്പ് അയർലൻഡിലാണ് തോന്നുന്നു നടന്ന ഒരു കാര്യം ഞാൻ ഓർമ്മയിൽ വരികയാണ്. അവിടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ലാണ്ട് കുറച്ചു കാലം മുന്നോട്ട് പോയി. പിന്നെ അതിൽ തല്ലായി, വിഭാഗീയതയായി.